നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇന്നലെ വിനി ജൂനിയർക്ക് ലഭിച്ചു. ഒരു പുരസ്കാരം അർഹിച്ച കരങ്ങളിലേക്ക് എത്തുന്ന സുന്ദരമായ കാഴ്ചയാണ് ഇന്നലെ നമ്മൾ ഖത്തറിലെ ദോഹയിൽ കണ്ടത്. കാരണം വിനി ജൂനിയറോളം പോയ സീസണിൽ മികവ് കാണിച്ച മറ്റൊരു താരമില്ല. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകത്തിൻ്റെ ആധികാരിക സംഘടനയായ ഫിഫ നൽകുന്ന ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ അവാർഡ് വിനി ജൂനിയർക്ക് ലഭിക്കുമ്പോൾ ഫുട്ബോളാണ് അവിടെ വിജയിക്കുന്നത്. വിനിയെ എന്തുകൊണ്ടും ഈ അവാർഡ് അർഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പോയ സീസണിലെ പ്രകടനം ഒന്ന് നോക്കുക. 47 മത്സരങ്ങൾ, 25 ഗോളുകളും 11 അസിസ്റ്റുകളും, 36 ഗോൾ കോൺട്രിബ്യൂഷൻസ്, ഓരോ 100 മിനിറ്റുകളിലും ഒരു ഗോൾ പാർട്ടിസിപ്പേഷൻ, 17 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 73 കീ പാസുകൾ, 134 ഷോട്ടുകളിൽ 65 ഓൺ ടാർഗറ്റിലേക്ക്, 122 സക്സസ്ഫുൾ ഡ്രിബിളിങ്, 3 കിരീടങ്ങൾ, അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടമടക്കം 3 കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കി. എന്തുകൊണ്ടും അർഹിച്ച ഒരു അവാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അവാർഡ് നേടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെയധികം ഹൃദയസ്പർശിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയിരുന്നത്. ഒരു കുഞ്ഞെന്ന നിലയിൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഫുട്ബോൾ കളിച്ചിരുന്നത് ബെയർ ഫുട്ടഡ് ആയിട്ടാണ്, നഗ്നപാതനായിട്ട് സാവോ ഗോൺസാലോയിലെ സ്ട്രീറ്റിൽ വലിയ രൂപത്തിലുള്ള പവേർട്ടിക്കും ക്രൈമിനും അരികിൽ നഗ്നപാതനായി പന്ത് തട്ടിയ ആ കുട്ടി ഇന്ന് ഈ സ്റ്റേജിൽ വന്ന് നിൽക്കും എന്നൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോസിബിളായി തോന്നിയ കാര്യമാണ്. എല്ലാവർക്കും നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എന്ന് വിനി പറയുന്നുണ്ട്. അതൊരു വല്ലാത്ത ജേണിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.